രാഹുൽ മാങ്കൂട്ടത്തിൽ കാട്ടിയ കൊടും ക്രൂരതയെക്കുറിച്ചുള്ള പെൺകുട്ടിയുടെ നടുക്കുന്ന മൊഴി വിവരങ്ങൾ പുറത്തുവന്നു. രാഹുൽ നിരന്തരം ബലാത്സംഗത്തിന് ഇരയാക്കി. പീഡനത്തിന്റെ വീഡിയോ പകർത്തി ആ വീഡിയോ കാണിച്ചും പീഡനം. ഗർഭിണിയാണെന്ന് അറിഞ്ഞിട്ടും ബലാത്സംഗം ചെയ്തെന്നും പെൺകുട്ടിയുടെ മൊഴി. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ബലാത്സംഗ കുറ്റം ചുമത്തി പുതിയ കേസെടുത്തു. ഗർഭഛിദ്രത്തിന് നിർബന്ധിച്ചെന്നും വീട്ടിൽ അതിക്രമിച്ചു കയറി ദേഹോപദ്രവം ഏൽപ്പിച്ചെന്നും എഫ്ഐആർ. ചുമത്തിയത് 10 വർഷം മുതൽ ജീവപര്യന്തം വരെ തടവ് ശിക്ഷ ലഭിക്കാവുന്ന വകുപ്പുകളാണ്. നെയ്യാറ്റിൻകര കോടതിയിൽ പെൺകുട്ടിയുടെ രഹസ്യമൊഴി രേഖപ്പെടുത്തി. ഉഭയകക്ഷി സമ്മതപ്രകാരമുള്ള ബന്ധമാണെന്നും പെൺകുട്ടിയെ ഗർഭിണിയാക്കിയിട്ടില്ല എന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ തിരുവനന്തപുരം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷ നൽകി. അതേസമയം അതിഗുരുതരമായ വിവരങ്ങൾ പുറത്തുവന്നിട്ടും MLA സ്ഥാനം രാജിവെക്കാൻ രാഹുലിനോട് ആവശ്യപ്പെടേണ്ട എന്നാണ് കോൺഗ്രസിലെ ധാരണ. കേസിന്റെ ഗതി അറിഞ്ഞ ശേഷം തുടർ നടപടി കൈക്കൊള്ളും. സ്വർണ്ണക്കൊള്ള ഉയർത്തി മാങ്കൂട്ടത്തിൽ വിഷയത്തെ ന്യായീകരിക്കാനാണ് കോൺഗ്രസ് നേതാക്കന്മാർ പലരും ഇന്ന് ശ്രമിച്ചത്. നാറിയവനെ ചുമന്നാൽ ചുമന്നവനും നാറുമെന്ന് പറഞ്ഞ രാജ്മോഹൻ ഉണ്ണിത്താൻ നേരിടുന്നത് മാങ്കൂട്ടത്തിൽ അനുകൂലികളുടെ കടുത്ത സൈബർ ആക്രമണം. UDF കൺവീനർ അടൂർ പ്രകാശും പാലക്കാട് MP VK ശ്രീകണ്ഠനും അടക്കമുള്ള നേതാക്കന്മാർ ഇരയെ അധിക്ഷേപിക്കുന്ന പരാമർശങ്ങളുമായി ഇന്ന് ക്യാമറകൾക്ക് മുന്നിൽ എത്തി. ഇനിയും മാങ്കൂട്ടത്തിലിനെ ചുമക്കണോ എന്നാണ് ഹോട്ട് ആൻഡ് ടോക്ക് ചോദിക്കുന്നത്. കോൺഗ്രസിൽ നിന്നും വസന്ത് തെങ്ങുംപള്ളി, DYFI സംസ്ഥാന പ്രസിഡന്റ് V വസീഫ് എന്നിവർ ചർച്ചയ്ക്ക്. ആദ്യം വസന്തിലേക്ക് പോയാൽ, വസന്ത്, ഇരയെ അധിക്ഷേപിക്കുന്ന തരത്തിലുള്ള പരാമർശങ്ങളാണ് നമ്മളിന്ന് UDF കൺവീനറിന്റെ ഭാഗത്ത് നടക്കം പോലും കണ്ടത്. സത്യത്തിൽ കോൺഗ്രസ് പാർട്ടിയിൽ നിന്നും സസ്പെൻഡ് ചെയ്ത് നിൽക്കുന്ന ഒരു വ്യക്തിക്ക് വേണ്ടി എന്തിനാണ് ഇങ്ങനെ ഉന്നത സ്ഥാനത്തിരിക്കുന്ന ഒരാൾ ആ കേസിന് വേണ്ടി ഇങ്ങനെ ന്യായീകരിച്ചു കൊണ്ടിരിക്കുന്നത് എന്നുള്ളത് വളരെ അതിശയം തോന്നുന്ന ഒരു കാര്യമാണ്. വസന്തിന് എന്താണ് ഇതിനെക്കുറിച്ച് നോക്കുമ്പോൾ, ഈ പ്രതികരണങ്ങളൊക്കെ കാണുമ്പോൾ തോന്നുന്നത്? അല്ല ലക്ഷ്മി, നോക്കൂ, കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ച് ഈ വിഷയം ഉയർന്നു വന്ന സമയം തന്നെ വളരെ കൃത്യതയുള്ള തെളിവാർന്ന നിലപാട് എടുത്തു കഴിഞ്ഞതാണ്. ഞങ്ങൾ അദ്ദേഹത്തെ പാർലമെന്ററി പാർട്ടിയിൽ നിന്ന് അടക്കം മാറ്റി നിർത്തുകയും കോൺഗ്രസിന്റെ സംഘടനാ സംവിധാനത്തിൽ നിന്ന് സസ്പെൻഡ് ചെയ്ത് മാറ്റി നിർത്തുകയും ചെയ്തു. അദ്ദേഹം ഈ പാർട്ടിയിൽ വഹിച്ചിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പോസ്റ്റ് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനമാണ്. അവിടെ നിന്ന് മാറാൻ അദ്ദേഹത്തോട് നിർദ്ദേശിക്കുകയും ആ നിർദ്ദേശം അനുസരിച്ച് അദ്ദേഹം രാജിവെക്കുകയും ചെയ്തു. പക്ഷേ ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് അടുത്ത സമയത്ത് ഇത്തരത്തിലൊരു കേസ് ഉയർന്നു വരികയാണ്. വീണ്ടും അത് പോളിഷ്ഡ് ആയിട്ട് മടങ്ങി വരുമ്പോൾ അതിൽ ചിലർ സംശയം പ്രകടിപ്പിക്കും, അതിലൊന്നും തെറ്റില്ല. പക്ഷേ ഔദ്യോഗികമായി പാർട്ടിയുടെ നിലപാട് പറയുന്നത് പാർട്ടിയുടെ CLP ലീഡർ, അതായത് പ്രതിപക്ഷ നേതാവ്, രണ്ടാമത് പാർട്ടിയുടെ PCC അധ്യക്ഷൻ, KPCCയുടെ പ്രസിഡന്റ്, ഈ രണ്ടുപേരും വളരെ കൃത്യതയോടുകൂടിയുള്ള നിലപാട് പറഞ്ഞു കഴിഞ്ഞു. അതാണ് പാർട്ടി നിലപാട്. രാഹുൽ മാങ്കൂട്ടത്തെ സംരക്ഷിക്കാനോ സംരക്ഷണ കവചം ഒഴിക്കാനോ അല്ലെങ്കിൽ നാളെ ഏതെങ്കിലും 4 പ്രധാനപ്പെട്ട കോൺഗ്രസ് നേതാക്കളെ പിടിച്ച് തീവ്രത ഇലക്ടറൽ കമ്മീഷനാണ്, അതുകൊണ്ട് നിങ്ങൾ തൽക്കാലം പാലക്കാട് വരെ ഒന്ന് പോയിട്ട് വരൂ എന്ന് പറഞ്ഞ് വേണാട് എക്സ്പ്രസിൽ ടിക്കറ്റ് എടുത്തു കൊടുക്കാനൊന്നും കോൺഗ്രസോ ഞങ്ങളുടെ പാർട്ടി ആസ്ഥാനമോ തീരുമാനിക്കില്ല. പക്ഷേ ആ പണി ചെയ്തിരുന്നവരാരാണ് എന്ന് അവർ മനസ്സിലാക്കിയാൽ മതി. ഏതായാലും രാഹുൽ മാങ്കൂട്ടം നാളെ ഈ കേസൊക്കെ കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ നാളെ ഉണ്ടാവാൻ പോകുന്ന UDF മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി ആയി ഞങ്ങൾ അവരോധിക്കില്ല. ആ ഉറപ്പ് കേരളത്തിന്റെ പൊതുമനസാക്ഷിക്ക് നൽകാൻ ഞങ്ങൾ തയ്യാറാണ്. ഇനി രാഹുലിനെ സംബന്ധിച്ച് വ്യക്തിപരമായി അയാളാണ് അഗ്നിശുദ്ധി വരുത്തേണ്ടത്. അയാളുടെ ഭാഗം എന്താണ് എന്നത് പറയേണ്ടത് അയാളാണ്. അയാൾ അത് വ്യക്തിപരമായി പറയുകയോ കോടതിയിൽ അദ്ദേഹത്തിന്റെ നിലപാട് സ്വീകരിക്കുകയോ അതിന് അയാൾ തന്നെ ഒരു വക്കീലിനെ ഏർപ്പാട് ഇറക്കിയിട്ടുണ്ടല്ലോ. സ്വാഭാവികമായും നീതിന്യായ വ്യവസ്ഥയിൽ അയാൾക്ക് ലഭ്യമാകുന്ന വേദികളിൽ അയാൾ സംസാരിക്കട്ടെ. അവിടെ കോൺഗ്രസ് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല, കോൺഗ്രസ് അയാളുടെ നാവാകാനും ഉദ്ദേശിക്കുന്നില്ല. ഞങ്ങൾ വളരെ കൃത്യമായി വളരെ വ്യക്തതയോടുകൂടി അയാളെ മാറ്റി നിർത്തിയിട്ടുണ്ട്. നിലവിൽ അയാൾ കോൺഗ്രസ്സുകാരനല്ല, കോൺഗ്രസ് പാർട്ടിയുടെ 5 രൂപ മെമ്പർഷിപ്പ് പോലും ഉള്ള ആളല്ല. അങ്ങനെയുള്ള കോൺഗ്രസ് സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി വോട്ട് പിടിക്കാൻ അദ്ദേഹം ഇറങ്ങുന്നത്, അദ്ദേഹം വോട്ട് പിടിക്കാൻ ഇറങ്ങിയത് കൊണ്ട് പ്രശ്നമില്ല എന്ന് പറയുന്നത് മറ്റാരുമല്ല, പാലക്കാട് MP VK ശ്രീകണ്ഠനാണ് പറഞ്ഞത് കഴിഞ്ഞ ദിവസം. എന്താണ് രാഹുൽ മാങ്കൂട്ടത്തിൽ വോട്ട് പിടിക്കാൻ ഇറങ്ങിയാൽ എന്താണ് കുഴപ്പമെന്നാണ് ചോദിച്ചത്. സുധാകരനെ പോലുള്ളവർ ന്യായീകരിക്കുന്നത്, ആവർത്തിച്ച് ന്യായീകരിക്കുന്നത് നമ്മൾ കണ്ടതാണ്. അല്ല ലക്ഷ്മി, നോക്കൂ, ഈ രാഹുൽ തെരഞ്ഞെടുപ്പ് പ്രചരണവുമായി ബന്ധപ്പെട്ട് ഏർപ്പെട്ടത് നമ്മൾ ഈ സൂചിപ്പിക്കുന്ന പരാതിക്കാരി വരുന്നതിന് മുമ്പാണ്. നിലവിൽ ആ കുട്ടി അവർ വന്നിട്ടുണ്ടല്ലോ. അപ്പൊ അവർ വന്നതിന് ശേഷം രാഹുൽ മാങ്കൂട്ടത്തെ ഉറത്ത് നമ്മൾ എന്റർടൈൻ ചെയ്തിട്ടില്ല. പക്ഷെ അതിനു മുമ്പ് പരാതി ഉണ്ടായിരുന്നില്ല എന്നുള്ള പരാതി ഇല്ലാതിരുന്നപ്പോ നിങ്ങളുടെയൊക്കെ പ്രശ്നം പരാതി ഇല്ലായിരുന്നു എന്നുള്ളതാണ്. ഞാൻ വസന്തിന്റെ പ്രശ്നം എന്നല്ല കേട്ടോ പറയുന്നത്, വസന്തിന്റെ പ്രശ്നം എന്നല്ല പറയുന്നത്, പരാതി ഇല്ല എന്നായിരുന്നു പറഞ്ഞത്. പരാതിക്കാരി വന്നു, പരാതിക്കാരി
പരാതിക്കാരി ഇല്ലല്ലോ, ഇനി ഇങ്ങനെ ഒരു പരാതിക്കാരി തന്നെ ഇല്ല എന്ന് തന്നെ കടുത്ത തരത്തിലുള്ള സോഷ്യൽ മീഡിയ പ്രചരണങ്ങൾ ഉണ്ടായി. ഒടുവിൽ പരാതിക്കാരി വന്നപ്പോൾ പറയുന്നത് എന്താണ്? ഇത് രാഷ്ട്രീയ പ്രേരിതമാണെന്ന് അങ്ങ് പറയുകയാണ്. അത് ചെറിയ ആളുകളൊന്നും അല്ല പറയുന്നത്. അടൂർ പ്രകാശിനെ പോലുള്ളവർ, UDF കൺവീനർ ആയിട്ടുള്ള ഒരു മനുഷ്യൻ നിന്ന് പറയുകയാണ് ഇത് രാഷ്ട്രീയ പ്രേരിതമാണ്, CPM എപ്പോഴും ഇങ്ങനത്തെ ഇരകളെ വേണമെന്ന്. അല്ല ലക്ഷ്മി, ഞാൻ വളരെ കൃത്യമായി പാർട്ടിയുടെ സ്റ്റാൻഡ് പറഞ്ഞു. അതായത് പരാതിക്കാർ വരുന്നതിന് മുമ്പാണ് രാഹുൽ ഇലക്ഷൻ പ്രചരണവുമായി ബന്ധപ്പെട്ട് അവിടെ ഏർപ്പെട്ടത്. അത് പാർട്ടിയുടെ നിർദ്ദേശപ്രകാരമല്ല എന്ന് രാഹുലും വ്യക്തമാക്കിയിട്ടുണ്ട്, പാർട്ടിയും വ്യക്തമാക്കിയിട്ടുണ്ട്. രാഹുൽ മത്സരിച്ച സമയത്ത് അയാൾക്ക് വേണ്ടി വീട് കയറിയവർ, പോസ്റ്റ് ഒട്ടിച്ചവർ, വോട്ട് ചോദിച്ചവർ, അങ്ങനെയുള്ളവരാണ് ഈ തെരഞ്ഞെടുപ്പിൽ, തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത്. അപ്പൊ സ്വാഭാവികമായി രാഹുൽ അവരോടൊരു പ്രതിബദ്ധത ഉണ്ടാവും, അവർക്ക് തിരിച്ചുമുണ്ടാവും. ആ വൈകാരിക അടുപ്പത്തിന്റെ പുറത്ത് ചിലടത്ത് വീട് കയറാൻ പോയിട്ടുണ്ടാവാം, ഉള്ളത് യാഥാർത്ഥ്യമാണ്. പക്ഷേ പാർട്ടി നിർദ്ദേശപ്രകാരമല്ല എന്ന് പാർട്ടിയും രാഹുലും വ്യക്തമാക്കിയ സ്ഥിതിക്ക് അത് ഞങ്ങൾക്കൊന്നും ചെയ്യാനില്ല, ഞങ്ങളെ സംബന്ധിച്ച് കൈ കെട്ടി മാറ്റി നിർത്താനില്ല. പക്ഷെ മുകേഷ് ആണല്ലോ കൊല്ലത്ത് പല LDFന്റെ ഔദ്യോഗിക തെരഞ്ഞെടുപ്പ് റാലികളും ഉദ്ഘാടനം ചെയ്യുന്നത്, അല്ലെ? PK ശശി അല്ലേ കണ്ണൂരിൽ പ്രധാനപ്പെട്ട ഓരോ പരിപാടികളെയും കൺട്രോൾ ചെയ്യുന്നത്. അപ്പൊ അതൊക്കെ സ്വമേധയാ ആ കണ്ണാടി തിരിച്ച് സ്വമേധയാ വെച്ചു നോക്കിയിട്ട് വേണം കോൺഗ്രസ് എടുത്ത നിലപാടിനെ CPM വിമർശിക്കാൻ എന്നാണ് എനിക്ക് പറയാനുള്ളത്. പക്ഷേ ശരി വസന്ത്, തിരിച്ചെത്താം. വസീഫ്, ഇത് തന്നെയാണ് കോൺഗ്രസ് പറഞ്ഞുകൊണ്ടിരിക്കുന്ന പ്രതിരോധം. ഇത് തന്നെയാണ്. അവിടെ PK ശശിയെ നിങ്ങൾ ഇറക്കുന്നില്ലേ, M മുകേഷിനെ ഇറക്കുന്നില്ലേ, പിന്നെ എന്തിനാണ് കോൺഗ്രസിനെ സസ്പെൻഡ് ചെയ്ത ഇങ്ങനെ ഒരു കേസ് ആരോപണം വന്നപ്പോൾ പരാതി പോലും വരുന്നതിന് മുമ്പ് സസ്പെൻഡ് ചെയ്യുകയാണ് കോൺഗ്രസ് ചെയ്തത്. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് രാഹുൽ മാങ്കൂട്ടത്തിനെ മാറ്റി നിർത്തുകയാണ് ചെയ്തത്. തെരഞ്ഞെടുപ്പ് വേദികളിലേക്ക് വരരുത് എന്ന് പറഞ്ഞിട്ട് അവർ ആ തരത്തിൽ അവരുടെ ക്ഷണപ്രകാരമല്ല വന്നിരിക്കുന്നത്, സ്വന്തം നിലയ്ക്ക് വന്നു എന്നാണ് കോൺഗ്രസ് തുടർച്ചയായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ലക്ഷ്മി, നിങ്ങളോട് ഞാൻ ഇതിൽ മറ്റൊരു വാദം നടത്തേണ്ട ആവശ്യമില്ല. കാരണം നിങ്ങൾ പൊതുസമൂഹത്തിന് മാതൃകയാകുന്ന തരത്തിൽ ഈ വിഷയത്തിൽ കൃത്യമായ നിലപാട് ഉയർത്തിപ്പിടിച്ച ഒരു മാധ്യമപ്രവർത്തകയാണ്. പല മാധ്യമപ്രവർത്തകരെയും പോലെ നിങ്ങളും അത് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ഓരോ നാൾ വഴികളും ഈ കേസിൻ്റെ പല ഭാഗങ്ങളും നിങ്ങൾക്ക് നല്ല ബോധ്യവുമുണ്ട് എന്ന് എനിക്ക് നന്നായിട്ടറിയാം, ഈ പൊതുസമൂഹത്തിനും അറിയാം. നിങ്ങൾ ഈ പൊതുസമൂഹത്തിന് മുമ്പിൽ വന്ന് നിങ്ങളുടെ ഫേസ്ബുക്ക് പ്രൊഫൈലിൽ, അത് പിന്നീട് നിങ്ങളുടെ ചാനലിലുമെല്ലാം വളരെ കൃത്യതയോടുകൂടി പറഞ്ഞതുമാണ്. ഇവിടെ നോക്കൂ, നിങ്ങൾ എന്തുകൊണ്ടാണ് ഈ രാഹുലിനെ ഇപ്പോഴും കോൺഗ്രസിലെ ഒരു വിഭാഗം സംരക്ഷിക്കുന്നത് എന്നുള്ളതാണ് കേരളത്തിലെ പൊതുജനങ്ങൾക്കും കേരളത്തിലെ അത്യാവശ്യം വകതിരിവുള്ള കോൺഗ്രസ്സുകാർക്കും അതുപോലെ തന്നെ കേരള സമൂഹത്തിനുമൊക്കെ ഉള്ള ഒരു സംശയം എന്തുകൊണ്ടാണ് എന്നുള്ളതാണ്. ഇവിടെ തന്നെയാണ് പ്രശ്നം. ഇപ്പോൾ ഈ വസന്തിനെ പോലെയുള്ള യൂത്ത് കോൺഗ്രസ് നേതാക്കന്മാർ ചിലർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പോലെ രാഹുൽ ടീമിൻ്റെ ആ ടീം ആരാണ് എന്ന് നിങ്ങൾക്കറിയാം. ടീമിൻ്റെ ഒരു ആരോപണം അല്ലെങ്കിൽ അവർ മുന്നോട്ട് വെക്കുന്ന കാര്യങ്ങൾ എന്തുകൊണ്ട് നിങ്ങൾ ഉമ്മൻചാണ്ടിക്കെതിരെ നടപടിയെടുത്തിരുന്നില്ല? ഉമ്മൻചാണ്ടിക്കെതിരെ വന്ന ആക്ഷേപങ്ങൾ നിങ്ങൾക്കറിയാലോ. ഉമ്മൻചാണ്ടിക്കെതിരെ വന്ന സംഗതികൾ നിങ്ങൾക്കറിയില്ലേ? KC വേണുഗോപാൽ ആരായിരുന്നു? KC വേണുഗോപാലിനെതിരെ വന്നത് നിങ്ങൾക്കറിയില്ലേ? ഈ അടൂർ പ്രകാശിനെ കുറിച്ച് വന്നത് നിങ്ങൾക്കറിയില്ലേ? അടൂർ പ്രകാശ് ആരായിരുന്നു എന്നുള്ളതൊക്കെ ചോദിച്ച് ഇവർക്കിടയിൽ അതിൻ്റെ കുറെ തെളിവുകളും ഇവരുടെയൊക്കെ കയ്യിലുണ്ടോ എന്ന് സംശയിച്ചുകൊണ്ടാണ് ആ നിലപാടുകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. ഇങ്ങനെ ഉന്നയിക്കുമ്പോൾ ഇവരെക്കുറിച്ചുള്ള എന്തോ കാര്യങ്ങൾ ഇവരുടെ കയ്യിലുണ്ടോ എന്ന് സംശയം കൊണ്ടാണ് ഇവർക്കെതിരെ നടപടിയെടുക്കാത്തത് എന്ന് കോൺഗ്രസിൻ്റെ പലരും പറയുന്നു എന്നുള്ളതാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്ന വാർത്തകൾ. ഓക്കെ, അപ്പോൾ ഞാനിവിടെ പറഞ്ഞു വരുന്നത് രാഹുൽ ടീം ഇപ്പോൾ കോൺഗ്രസിനെ നിയന്ത്രിക്കുന്ന ഒരു അധോലോക സംഘമായി വളർന്നിരിക്കുന്നു. അവർ നേരത്തെ സൂചിപ്പിച്ചതുപോലെ, വസന്ത് പറഞ്ഞതുപോലെ എന്തൊക്കെയോ ന്യായീകരണത്തിന് വേണ്ടി ഉമ്മൻചാണ്ടിയെയും KC വേണുഗോപാലിനെയും അതുപോലെ തന്നെ ഈ അടൂർ പ്രകാശിനെയും ഒക്കെ പലതും പറഞ്ഞ് ആ സമീകരണത്തിലേക്ക് കൊണ്ടുപോകുന്നോ എന്നുള്ള സംശയം ഈ നാട് സംശയിക്കുന്നുണ്ട്. കാരണം മല്ലേലിൽ ശ്രീധരൻ നായർ എന്ന് പറയുന്ന കോൺഗ്രസിന്റെ നേതാവ്, പത്തനംതിട്ടയിലെ കോൺഗ്രസ് നേതാവിൻ്റെ ഒരു പരാതിയിലാണ് ആ സംഭവങ്ങൾ ആകെ ഉണ്ടായിരുന്നത്.
അതിനെ തുടർന്നുണ്ടായ കമ്മീഷൻ റിപ്പോർട്ടുകളൊക്കെ നമ്മുടെ മുമ്പിലുണ്ട്. കേരളത്തിൽ തന്നെ ഇന്ന് കോൺഗ്രസിന് വേണ്ടി ശക്തമായി വാദിക്കുന്ന കെ മുരളീധരൻ ഉൾപ്പെടെ അന്ന് പറഞ്ഞ സ്റ്റേറ്റ്മെന്റുകളുണ്ട്. അതുകൊണ്ട് ബസന്തിനെ പോലുള്ള ആളുകൾ വെറുതെ ഇങ്ങോട്ടേക്ക് ഇതുപോലെയുള്ള ആക്ഷേപങ്ങൾ ഇട്ട് വരണ്ട. അന്ന് നിങ്ങളുടെ നേതാക്കന്മാരുടെ തീവ്രത അളക്കാൻ ഈ കേരളത്തിൽ നടന്നത് ആരായിരുന്നു എന്ന് നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാകും. ആ തീവ്രതയല്ല ഇവിടെ ഇപ്പോൾ നമ്മൾ അളന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ പിഞ്ചു കുഞ്ഞിനെ, അതായത് ഗർഭസ്ഥ ശിശുവിനെ കൊലപ്പെടുത്തിയതാണ് ഇവിടുത്തെ സംഭവം. നിങ്ങൾ നോക്കണ്ടേ, ഇത്രയും ദിവസമായിട്ട് ഈ കുഞ്ഞിനെ കൊലപ്പെടുത്തിയ ആളെ കുറിച്ച് നിങ്ങൾക്കൊരക്ഷരം പറയാൻ പറ്റിയിട്ടില്ല. ഈ ദിവസങ്ങളിൽ ഏതെങ്കിലും ഒരു ദിവസം ഈ പറയുന്ന രാഹുൽ മാങ്കൂട്ടം പറഞ്ഞിട്ടുണ്ടോ ഇത് CPM-ന്റെ ഗൂഢാലോചനയാണ് എന്ന്, ഇത് ഏതെങ്കിലും RSS-കാരന്റെ ഗൂഢാലോചനയാണ് എന്ന്? ഏതെങ്കിലും ഒരു ദിവസം അദ്ദേഹം പറഞ്ഞിരുന്നെങ്കിൽ നമുക്ക് അതിനനുസരിച്ച് നിലപാട് സ്വീകരിക്കായിരുന്നു. അദ്ദേഹം പറയാണ്, ഇതെന്റെ ശബ്ദമല്ല, ഇതെന്റെ മെസ്സേജ് അല്ല, ആ കുട്ടിക്ക് ഞാൻ ഗർഭം അലസിപ്പിക്കാനുള്ള അല്ലെങ്കിൽ ഗർഭം ഇല്ലാതാക്കാനുള്ള മരുന്ന് കൊടുത്തിട്ടില്ല എന്ന് പറയാൻ ആ MLA ആർജവം കാണിച്ചിരുന്നെങ്കിൽ അന്ന് നമുക്ക് എന്തെങ്കിലും പറയാമായിരുന്നു. ഇന്ന് ഇവർ പറയുന്നു നോക്ക്, അടൂർ പ്രകാശ്. എനിക്ക് രാഹുൽ മാങ്കൂട്ടത്തെ കുറിച്ച് ഓർത്ത് ഒരു പ്രയാസവും ഇല്ല. അടൂർ പ്രകാശും അതുപോലെ തന്നെ VK ശ്രീകണ്ഠനും ഈ കോൺഗ്രസിന്റെ നേതൃത്വവും ഒക്കെ എത്ര അപമാനകരമായ സ്റ്റേറ്റ്മെന്റ് ഇറക്കുന്നത്. CPM ആണ് പോലും ഇതിന്റെ പിന്നിൽ. ആരോടാ ഇവർ പറയുന്നത്? ആ പെൺകുട്ടിയുടെ ഗർഭം ഇല്ലാതാക്കാൻ മരുന്ന് കൊടുത്തത് CPM ആണോ? ആ പെൺകുട്ടിയുടെ ഗർഭം ഇല്ലാതാക്കാൻ മരുന്ന് കുടിക്കുന്നത് വരെ വീഡിയോ കോൾ വിളിച്ചത് ഞങ്ങളാണോ? CPM-ന് എന്ത് ബന്ധമുള്ളത് അതിന്? ഈ പെൺകുട്ടിയെ കൂട്ടിക്കൊണ്ടുവന്ന് മുഖ്യമന്ത്രിയുടെ അടുത്തേക്ക് കൊണ്ടുപോകുന്നത് ഞങ്ങളാണോ? ഈ കേരളത്തിലെ വിവിധ മാധ്യമ സ്ഥാപനങ്ങളിൽ ഈ സമാനമായ അനുഭവമുള്ള ആളുകളില്ലേ? ഇതൊന്നും അറിയാത്തവരാണോ ഇവര്? VD സതീശനോട് നിങ്ങൾ ചോദിക്കുക, ഇതിൽ വസ്തുതയുണ്ടോ ഇല്ലേ എന്ന്. എന്നിട്ടൊരു നാണവുമില്ലാതെ ഏതൊക്കെയോ കേസുകൾ പലതും പറഞ്ഞ് അങ്ങ് സമീകരിക്കാൻ ശ്രമിക്കുക. അങ്ങനെ സമാനതകളുള്ള ഒരു കേസേ അല്ല ഇത്. കേരളം മുമ്പ് കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള അത്രയും നീചമായ പ്രവൃത്തി ചെയ്ത ആളുടെ കേസാണിത്. എന്നിട്ട് നിങ്ങൾ പറയാ കോൺഗ്രസിൽ നിന്ന് ഞങ്ങൾ മാതൃകാപരമായ നടപടി സ്വീകരിച്ചു എന്നല്ലേ? ആരെയാ നിങ്ങൾ ഇങ്ങനെ കബളിപ്പിക്കുന്നത്? നിങ്ങളുടെ തെരഞ്ഞെടുപ്പ് പാലക്കാട് പൂർണ്ണമായും ചുക്കാൻ പിടിക്കുന്നത് ആരാ? ഇദ്ദേഹമായിരുന്നില്ലേ? നിങ്ങൾക്ക് അറിയില്ലേ? നിങ്ങൾ കാണിച്ച് എന്തെങ്കിലും നിങ്ങൾക്ക് നാണമുണ്ടെങ്കിൽ അഭിമാനമുണ്ടെങ്കിൽ ഈ വിഷയത്തിൽ നിങ്ങളുടെ നിലപാട് പറയണം കേട്ടോ. പിന്നെ പാലക്കാട് MP ശ്രീകണ്ഠൻ തെരഞ്ഞെടുപ്പിന്റെ ഒരു ഔദ്യോഗിക ചുമതലയെ ഏൽപ്പിച്ചിട്ടില്ല. മന്ത്രിസഭയിലുള്ള മന്ത്രികൾ പറയുന്നുണ്ട്. അതിനുശേഷമാണ് നിങ്ങൾ അയാളെ അതിനുശേഷമാണ് അയാളെ നിങ്ങൾ പാർലമെന്റിൽ ഒരു ഡസൻ കേസുകൾ സംബന്ധിച്ചിടത്തോളം അതൊക്കെ ആയിരിക്കും ഒരു പ്രധാനപ്പെട്ട അജണ്ട. കൊല്ലത്ത് ജില്ലാ സമ്മേളനത്തിന് ഭാര്യയും ഭർത്താവും തമ്മിലുള്ള പരാതിയും ആ പരാതിയെ കുറിച്ചുള്ള ആക്ഷേപവും നിങ്ങളുടെ ചർച്ച മുകേഷിനെതിരായ പരാതിയിൽ CPM എന്ത് നടപടി സ്വീകരിച്ചു? വസന്തിന്റെ കുടുംബത്തിൽ അല്ലെങ്കിൽ വസന്ത് ആരെങ്കിലും ഇങ്ങനെ ചെയ്തു എന്ന് ഞാനങ്ങ് പറഞ്ഞാൽ അത് വിശ്വസിച്ച വസന്ത് എന്തെങ്കിലും ഒരു തെളിവിന്റെ കഷ്ടമുണ്ടോ വസന്തേ? എന്നിട്ട് തോന്നിയാസം വിളിച്ചു പറയാ. നിനക്ക് നിന്റെ വായ തോന്നുന്നത് വിളിച്ചു പറയുന്നത് ഉള്ള സ്ഥലമല്ല ഇത് ലക്ഷ്മി. ഇങ്ങനെ എന്തും വിളിച്ചു പറയാ. ആരാ? ഉമ്മൻചാണ്ടി പരാതിയിൽ എന്ത് നടപടി സ്വീകരിച്ചു? അന്ന് MLA സ്ഥാനം രാജിവെക്കാനൊന്നും ആവശ്യമില്ല. നിങ്ങളുടെ KC വേണുഗോപാൽ ഇപ്പൊ ബീഹാറിൽ സീറ്റ് കൊടുത്തത് അതൊന്നും അല്ല ഞങ്ങളുടെ ചർച്ച. ഇതൊന്നും ഞങ്ങൾ പറയാൻ ഉദ്ദേശിച്ചതുമല്ല. ഇതൊന്നും ഞങ്ങൾ പറയാൻ ഉദ്ദേശിച്ചതുമല്ല. ബസന്ത് ബഹളം വെക്കണ്ട. നിങ്ങളെ നയിക്കുന്നത് KC വേണുഗോപാലും അടൂർ പ്രകാശും ഒക്കെയാണ് എന്നുള്ളത് ഈ കേരളത്തിൽ അറിയാം. പിന്നെ വിൻസെന്റ് MLA ആരാ? KPCCയുടെ വൈസ് പ്രസിഡന്റ്. വിൻസെന്റ് MLA ആരാ? വിൻസെന്റ് MLA ആരാ? നല്ല ചൊറിച്ചിലുണ്ടാവും.
വസന്ത് സമാധാനത്തോടെ സംസാരിക്കാൻ നമുക്ക്. വർത്താനം പറഞ്ഞല്ലോ, വീഡിയോ കോൾ ഇയാളാണോ അന്വേഷണ ഏജൻസി? വസീഫിനെയാണോ ബഹുമാനപ്പെട്ട കേരളത്തിലെ മുഖ്യമന്ത്രി അന്വേഷണം ഏൽപ്പിച്ചിരിക്കുന്നത്? വസീഫ് ഒരു നിമിഷം വസീഫ് കൊണ്ടുപോയി നടന്നിട്ട് ഞങ്ങളെ പഠിപ്പിക്കാൻ വരുന്നോ? ഈ വീഡിയോ കോൾ വിളിച്ച് മരുന്ന് കഴിപ്പിച്ച കാര്യമാണോ വസന്ത് ചോദിക്കുന്നത്? അല്ല, വസീഫ് അത് പറയുമ്പോഴേ വസീഫ് എന്തോ കണ്ട കണക്കിനാണ് പറയുന്നത്. ഞാൻ ചോദിക്കുന്നത്, വസീഫ് അത് എന്താ കേരളത്തിന്റെ മുഖ്യമന്ത്രി അന്വേഷണ ഏജൻസിയായി ഏൽപ്പിച്ചിരിക്കുന്ന വസീഫിനെയാണോ? ആണോ? എഫ്ഐആറിലെ വിവരങ്ങൾ പുറത്തു വന്നതിന്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞതാണ് വസന്ത്. പ്രതിഭാഗം അഭിഭാഷകന് കിട്ടാത്ത എഫ്ഐആർ നിങ്ങൾ പറഞ്ഞത് നിങ്ങളുടെ ആരെയാണോ ഇടപെട്ടത്? നിങ്ങളുടെ ആരോമായിട്ട് എന്തോ ബന്ധം ഉണ്ടായിട്ടുണ്ടോ? വെറുതെ തോന്നിയാസം വിളിച്ചു പറയാ. പി ശശിയെ കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും പരാതി ഉണ്ടോ? നിങ്ങൾക്ക് ഞങ്ങളുടെ നേതാക്കന്മാരെ കുറിച്ച് എന്തും വിളിച്ചു പറയാ. ഈ കേസിനകത്ത് തുടക്കം മുതൽ അടൂർ പ്രകാശ് പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ ആർക്കും ന്യായീകരിക്കാൻ കഴിയുന്നതല്ല. വീണ ജോർജ് അല്ല, മുകേഷിന്റെ കാര്യത്തിൽ അദ്ദേഹം നേരത്തെ പറഞ്ഞല്ലോ, കേരളത്തിൽ ഇതുവരെ കേൾവിയില്ലാത്ത സമാനതയില്ലാത്ത ആരോപണമാണ് എന്ന് ഞാൻ അംഗീകരിക്കുകയാണ്. ആ അതിജീവിതയ്ക്ക് ന്യായം കിട്ടണം, നീതി കിട്ടണം. അത് നിങ്ങളുടെ പോലീസിൽ നിന്ന് കിട്ടുമെന്ന് എനിക്ക് പ്രതീക്ഷയൊന്നുമില്ല. കിട്ടുവാണെങ്കിൽ കിട്ടട്ടെ. ഇതുവരെയുള്ളവർക്ക് ആർക്കും കിട്ടിയിട്ടില്ല. പക്ഷെ ഇനി കിട്ടുവാണെങ്കിൽ കിട്ടട്ടെ. പക്ഷേ മുകേഷിന് അതിനേക്കാളും ഭീകരമായിരുന്നു. ഗർഭാവസ്ഥയിലുള്ളപ്പോ എന്റെ അടിവയറ്റിലേക്ക്, അതായത് കുഞ്ഞ് കേസിന്റെ സ്ഥിതി മാറി. ഇപ്പോൾ ഈ കേസ് ഒരു പരാതിയിലേക്ക് എത്തിയിരിക്കുന്നു. പോലീസ് തെളിവ് ശേഖരണം ആരംഭിച്ചിരിക്കുന്നു. നമുക്കറിയാം, കൃത്യമായ ഡിജിറ്റൽ തെളിവുകൾ, കൃത്യമായ മെഡിക്കൽ തെളിവുകൾ, ഇതെല്ലാം പോലീസിന് മുന്നിലേക്ക് എത്തുകയാണ്. പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിച്ചിരിക്കുന്നു. ഈ കേസിന്റെ അന്വേഷണം നടക്കുമ്പോൾ തന്നെ കൃത്യമായ മെഡിക്കൽ തെളിവുകൾ, ഇതെല്ലാം പോലീസിന് മുന്നിലേക്ക് എത്തുകയാണ്. പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിച്ചിരിക്കുന്നു. ഈ കേസിന്റെ അന്വേഷണം നടക്കുമ്പോൾ തന്നെ നമുക്കറിയാമല്ലോ വസന്ത്, ഇതിനകത്ത് ഒരു ഇര മാത്രമല്ല ഉള്ളത് എന്നുള്ളത് നമുക്കറിയാം. ആരോപണങ്ങൾ, പല വിധത്തിലുള്ള പരാതികൾ, പാർട്ടി നേതൃത്വത്തിന് മുന്നിൽ തന്നെ ഉള്ള ഒരു കേസാണിത്. അപ്പോൾ ഈ നേതാക്കന്മാർ, ഉന്നത സ്ഥാനത്തിരിക്കുന്നവർ വന്ന് ഇങ്ങനെ ഇരയെ അധിക്ഷേപിക്കുന്ന പരാമർശം നടത്തുമ്പോൾ ഇനി ഒരു അതിജീവിത, ഇര എന്നുള്ള വാക്ക് ഞാൻ ഉപയോഗിക്കുന്നില്ല, അത് ഉപയോഗിക്കാൻ പാടില്ലാത്തതാണ്. അതിജീവിത മുന്നോട്ട് വരുമോ? അവർ ഭയപ്പെട്ടു പോവില്ലേ? ഇന്നലെ തന്നെ നടത്തുന്ന സ്ലട്ട് ഷെയ്മിങ്, അത് ആര് ഫണ്ട് ചെയ്തിട്ട് നടത്തുന്ന സ്ലട്ട് ഷെയ്മിങ് ആണ്? അതൊക്കെ ആരുടെ FB ഐഡികളിലാണ് ഷെയർ ചെയ്യപ്പെട്ടു പോകുന്നത്? അപ്പോൾ ഇതിനൊന്നും ഒരു മോണിറ്ററിംഗ് ഇല്ല എന്നുള്ളതാണ്. കോൺഗ്രസിൻ്റെ വലിയ സൈബർ വിങ്ങിൽ പ്രവർത്തിക്കുന്ന ആളുകൾ തന്നെ ഇതൊക്കെ ഷെയർ ചെയ്യുന്നത് നമ്മൾ കാണുകയാണ്. എന്തുകൊണ്ടാണ് വസന്ത് ഇതിനകത്ത് ഒരു നടപടിയില്ലാതെ പോകുന്നത്? VD സതീശൻ പോലും എന്തുകൊണ്ടാണ് ഇങ്ങനെ സൈബർ ഇടങ്ങളിൽ ആക്രമിക്കപ്പെടുന്നത്? അല്ല, ഒന്ന് CPM-ന്റെ ആണെങ്കിൽ പോലും വസീഫ് അതിനോട് യോജിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സംഘടനാ സംവിധാനമുള്ള, ഏറ്റവും പ്രധാനപ്പെട്ട കേഡർ സംഘടനാ സംവിധാനമുള്ള ടീം അത് CPM-ന്റെ തന്നെയാണ്. ഞാൻ അംഗീകരിക്കുകയാണ്. പക്ഷേ ആ CPM-ന് പോലും അവരുടെ സൈബർ ടീമിനെ പൂർണ്ണാർത്ഥത്തിൽ കൺട്രോൾ ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അങ്ങനെ പറ്റുമായിരുന്നെങ്കിൽ PJ ആറിന് ഉണ്ടാവുമായിരുന്നില്ലല്ലോ. അങ്ങനെ പറ്റുമായിരുന്നെങ്കിൽ കണ്ണൂർ സഖാക്കളും അമ്പാടിമുക്ക് സഖാക്കളും ഒക്കെ CPM-നെതിരായി എഴുതുന്ന കാലഘട്ടമൊന്നും ഉണ്ടാവുമായിരുന്നില്ല. അപ്പോ സൈബർ ടീമിനെ, അല്ലെങ്കിൽ സൈബർ അൺഒഫീഷ്യലായ സൈബർ വെട്ടികളെ കൂട്ടത്തെ ആർക്കും നിയന്ത്രിക്കാൻ പറ്റുന്നതല്ല. അത് നമ്മുടെ കാലത്തിന്റെ ഒരു പ്രശ്നമാണ്. പക്ഷെ അതിന് അപ്പോഴും UDF കൺവീനർ ആണ് വന്നതെന്ന് പരാമർശം നടത്തുന്നത്. ഇരകൾ പേടിച്ചു പോയില്ലേ? ക്ഷമിക്കണം, അതിജീവിതകൾ പേടിച്ചു പോയില്ലേ? അവർ എങ്ങനെയാണ് വരിക പുറത്തേക്ക്? അല്ല, ഉത്തരം പറയാം ലക്ഷ്മി. അപ്പൊ അതിന് വഴി കണ്ടെത്തേണ്ടത്, അതായത് ഈ സൈബർ വെട്ടുകളെ കൂട്ടത്തെ എങ്ങനെ നിയന്ത്രിക്കാം എന്നതിന് വഴി കണ്ടെത്തേണ്ടത് ഞാനും വസീഫും അടങ്ങുന്ന യുവ രാഷ്ട്രീയ പ്രവർത്തകർ തന്നെയാണ് എന്ന ബോധ്യം എനിക്ക്. ഈ സൈബർ വെട്ടുകിളി കൂട്ടങ്ങൾക്ക് വിസിലൂതുന്നതാരാണ് അവിടെ ഇരുന്നത്? ഞാൻ പറയാമേ. അപ്പോ രണ്ട്, അടൂർ പ്രകാശുമായി ബന്ധപ്പെട്ടുള്ള ആരോപണമാണ് അങ്ങ് പറയുന്നത്, അല്ലെങ്കിൽ അടൂർ പ്രകാശിന്റെ സ്റ്റേറ്റ്മെന്റ് ആണ്. ചില നോക്കൂ, ഈ കോൺഗ്രസിനെ സംബന്ധിച്ച് കോൺഗ്രസ് ഒരു ജനാധിപത്യ പാർട്ടിയാണ്. വ്യത്യസ്ത അഭിപ്രായങ്ങൾ പല ഘട്ടങ്ങളിലും പലരും മുമ്പോട്ട് വെക്കും. അപ്പോഴാണ് ഞാൻ പറഞ്ഞത്, ഇതിന്റെ ഒഫീഷ്യൽ ആയിട്ടുള്ള നിലപാട് പറയുന്നത് PCC അധ്യക്ഷനാണ്. അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞു. രണ്ട്, അടൂർ പ്രകാശുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ കാലങ്ങളിൽ സരിത S നായരെ കൊണ്ട് 10 ലക്ഷം രൂപ എനിക്ക് ഓഫർ ചെയ്തു എന്ന് സരിത തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അവർ അതിജീവിതയുമല്ല, ഇരയുമല്ല. ഇതിന്റെ പേരിൽ കേസ് വരികയാണെങ്കിൽ ഞാൻ അതങ്ങ് നോക്കിക്കോളാം. പക്ഷെ ഞാൻ പറയുന്നത്, അത്തരത്തിലുള്ളവർ
നമ്മുടെ മുമ്പിൽ നിൽക്കുമ്പോൾ യഥാർത്ഥ ഇരകൾക്ക് നീതി കിട്ടാതെ പോകുന്ന തരത്തിലേക്ക് അത്തരത്തിലുള്ളവരെ ഫീൽഡ് ചെയ്തത് CPM ആയിരുന്നു മുൻകാലങ്ങളിൽ. തീർച്ചയായും ഉന്നത നേതാക്കന്മാരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിക്കൂടാത്ത പ്രസ്താവന തന്നെയാണ് ഉണ്ടായിരിക്കുന്നത്. നമുക്ക് വീണ്ടും ഇടുക്കിയിലെ വിഷയത്തിലേക്ക് പോകേണ്ടതുള്ളത് കൊണ്ട് ചർച്ച ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. വളരെയധികം നന്ദി ശ്രീ വസീഫ്, ഒപ്പം വസന്ത് തെങ്ങുംപള്ളി ഇതിൽ എത്തിയതിന്, സംസാരിച്ചതിന്.